നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണെന്ന് നമുക്കറിയാം. നേരത്തെ ചൈനയ്ക്കായിരുന്നു, എന്നാൽ ചൈനയെ ഈ അടുത്ത കാലത്ത് ഇന്ത്യ മറികടന്നു. ഇപ്പോൾ ഏകദേശം 145 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നല്ലോ ഒളിമ്പിക്സ് നടന്നത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളോട് ചേർത്ത് ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് 117 അത്ലറ്റുകളാണ്. 117 അത്ലറ്റുകൾ പങ്കെടുത്തതിൽ 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ മെഡൽ നേട്ടത്തില് 71ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇത്രയധികം ജനസംഖ്യ ഉള്ള നമ്മുടെ ഈ ഭാരത രാജ്യത്തില് ഒളിമ്പിക്സ് പോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വിശ്വപ്രസിദ്ധമായ ഒളിമ്പിക്സ് പോലെയുള്ള കായികമേളകളിൽ കൂടുതൽ മത്സര ഇനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പാർട്ടിസിപ്പൻസ് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. കൂടുതൽ മെഡലുകൾ നേടി കുറച്ചുകൂടെ മുന്നിലേക്ക് വരത്തക്ക നിലയിൽ നമ്മുടെ കായിക താരങ്ങളും അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും നമ്മുടെ രാജ്യം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അരങ്ങേറ്റം നല്ലൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകൾ പങ്കെടുക്കുന്നത്, എന്നാൽ അവർക്ക് വേണ്ടുന്ന ഫിറ്റ്നസ്, അതുപോലെ അവർക്ക് വേണ്ടുന്ന പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എല്ലാം കൃത്യമായി അവർക്ക് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പരിശീലനങ്ങൾ കാര്യക്ഷമമായിരിക്കണം. ഈ ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് അയോഗ്യയാക്കപ്പെട്ട ഫുക്കോട്ടിനെ പോലെയുള്ളവർ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളിയും വെങ്കലവും മാത്രം ലഭിച്ചാൽ പോരാ, സ്വർണവും ലഭിക്കണം. അതിനു വേണ്ടുന്ന കൃത്യമായ പരിശീലനങ്ങളും അതിന് യോഗ്യരായ കായിക താരങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കായിക രംഗത്തൂടെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് സമീപിക്കുവാനും അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷകളായിട്ടുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുവാനും നമ്മുടെ രാജ്യത്തിന് കഴിയണം. നല്ലൊരു കായിക തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 71ാം സ്ഥാനത്തിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ മുന്നേറേണ്ടതായിട്ടുണ്ട്. നമ്മൾ പിന്നോക്കം പോകേണ്ടവരല്ല. ജനസംഖ്യയിൽ നമ്മൾ മുൻപിൽ നിൽക്കുന്നത് പോലെ തന്നെ ഉത്സാഹത്തിലും മുൻപിൽ തന്നെ നിൽക്കുവാനിടയായി തീരട്ടെ. ഉത്സാഹത്തിൽ മടുത്തു പോകരുത്. നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന വാക്കുകളും വാചകങ്ങളുമൊക്കെ അവിടെ ഇവിടെ കേട്ടെന്നൊക്കെ വരാം. പക്ഷെ അതിനകത്തൊന്നും വീണു പോകരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൈത്താങ്ങാതെ വേറെ ആരാണ് കൈത്താങ്ങുക? അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യാം. അടുത്ത ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകുവാനും ഈ പറഞ്ഞ 71ൽ നിന്നും കുറച്ചുകൂടെ മെച്ചമായ നിലയിലേക്ക് നമ്മുടെ രാജ്യം സംഭാവന നൽകത്തക്ക നിലയിൽ കായിക താരങ്ങളെ ഉത്സുകരാക്കി അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാനായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കട്ടെ എന്നുള്ള താല്പര്യത്തോടെ ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.